ആലപ്പുഴ കായംകുളത്ത് CPM ലോക്കൽ കമ്മിറ്റി അംഗവും കുടുംബവും അടക്കം 218 പേർ BJPയിൽ ചേർന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെത്തിയവരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അംഗത്വം നൽകി സ്വീകരിച്ചു. BJPക്കെതിരെ കുപ്രചാരണം നടത്തി CPM ന്യൂനപക്ഷങ്ങളെ ഭയാശങ്കയിലാക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. CPMൽ നിന്ന് 49 പേരടക്കം വിവിധ പാർട്ടികളിൽ നിന്ന് 218 പേരാണ് കായംകുളത്ത് BJPയിൽ ചേർന്നത്. പുതുതായി BJPയിൽ ചേർന്നവരിൽ CITU ജില്ലാ മുൻ ജോയിന്റ് സെക്രട്ടറിയും നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സക്കീർ ഹുസൈനും കുടുംബവുമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും ചേർന്ന് എല്ലാവരെയും ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ ബ്രാഞ്ച് തലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ജി സുധാകരൻ അഴിമതി നടത്താത്ത മന്ത്രിയായിരുന്നു. ഇന്ന് ജി സുധാകരന് CPMൽ കറിവേപ്പിലയുടെ വില പോലുമില്ല. പക്ഷെ അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ. ആ ജി സുധാകരൻ ഇന്നൊരു കറിവേപ്പിലയുടെ വില പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടോ? ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ അഴിമതിക്കെതിരായി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ മണൽ മാഫിയക്കെതിരായി പാർട്ടി നടത്തുന്ന അഴിമതിക്കെതിരായി ശബ്ദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്താക്കും. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഇപ്പോൾ തള്ളിപ്പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയ വോട്ട് തിരികെ പിടിക്കാനാണ്. കോടിക്കണക്കിന് ജനങ്ങൾ ദൈവമായി കാണുന്ന ശ്രീനാരായണ ഗുരുദേവനെ സാമൂഹ്യ പരിഷ്കർത്താവായി അവതരിപ്പിച്ച് അപമാനിച്ചു. ഇതിനു മുമ്പ് ഗുരുദേവനെ അപമാനിച്ചത് EMS നമ്പൂതിരിപ്പാടാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നു. ഇപ്പോൾ പിണറായി വിജയൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുന്നു. എന്താ പറയാൻ കാരണം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ വർഗീയ പീഡനം കാരണം CPMൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ എതിരായി വോട്ട് ചെയ്തു. BJPക്ക് അനുകൂലമായ ആളുകൾ വോട്ട് ചെയ്തു. പോയ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായും പോപ്പുലർ ഫ്രണ്ടിനെതിരായും അവർ സംസാരിക്കുന്നത്. EMS നാരായണൻ എന്ന് മാത്രമേ ഗുരുദേവനെ വിളിച്ചിട്ടുള്ളൂ. ശ്രീനാരായണൻ എന്ന് പോലും വിളിച്ചിട്ടില്ല. നാരായണൻ നവോത്ഥാനത്തിന്റെ വക്താവല്ല. നാരായണൻ കേരളത്തെ നൂറ്റാണ്ടുകൾ പുറകോട്ട് നയിച്ച ആളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ള ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. പിണറായി വിജയനും അത് തന്നെയാണ് ചെയ്യുന്നത്. കായംകുളം SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻ സി ബാബു, സംസ്ഥാന കൌൺസിൽ അംഗം പാറയിൽ രാധാകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, ജനറൽ സെക്രട്ടറിമാരായ അരുൺ അനിരുദ്ധൻ, വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ.